ഞാൻ അയേഷ് വാഗ്ദയിലേക്ക് പോകുന്നു. വാഗ്ദ, ഈ പരിപാടി തുടങ്ങും മുമ്പ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് കുട്ടി കളിക്കുമ്പോൾ കണ്ടിരുന്നോ? ഏത് ഭാഗത്താണ് നിന്നത്? അച്ഛൻ കണ്ടു എന്ന് പറയുന്നു. ഈ അപകടം കണ്ടിരുന്നോ പരിപാടിക്ക് മുന്നേ? അപകടം വ്യക്തമായി കണ്ടിട്ടില്ല. കാരണം ഇങ്ങനൊരു അപകടം നടന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ആരാണ് വീണതെന്നോ അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്ന കേട്ടു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. അത്രയേ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശരി, ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല രക്ഷിതാക്കളും പല പരാതിയും പറയുന്നുണ്ട്. 3500 രൂപ നേരത്തെ വാങ്ങി എന്ന് പറയുന്നു. അതുകൂടാതെ ഈ ഒരേപോലെ യൂണിഫോമാണല്ലോ, ഒരു സാരി, ആ സാരി പട്ടുസാരിയാണ് ആദ്യം വാഗ്ദാനം ചെയ്തത്. അതിന് 1600 രൂപ വേറെ വാങ്ങി എന്നൊക്കെ പറയുന്നു. വാഗ്ദയ്ക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സാരി അല്ല നൽകിയത്, ഒരു കോട്ടൺ സാരിയാണ് നൽകിയെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പണം വാങ്ങിച്ചതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നതായി തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. കാരണം ഞങ്ങളുടെ ഈ ഒരു ഡാൻസ് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർ ഞങ്ങളോട് പറഞ്ഞത് 3500 രൂപ വേണമെന്നാണ്. അപ്പോൾ നമ്മൾ അത് കൊടുക്കുകയും ചെയ്തു. പിന്നെ സാരിക്കായിട്ട് സ്പെഷ്യലായിട്ട് പൈസ വേണമെന്നോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു പൈസ ഈ ഒരു കൊച്ചിയിലേക്ക് കൊടുത്തു, ഈ ഒരു സംഭവത്തിന് വേണ്ടി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ശരി, വാഗ്ദ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഡാൻസ് സ്കൂളിൽ നിന്നല്ലേ വാഗ്ദ എത്തിയത്? അപ്പോൾ നിങ്ങൾക്കൊപ്പം വേറെ കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് ഏകദേശം 60ഓളം കുട്ടികളുണ്ടായിരുന്നു. ഈ 60 കുട്ടികളും നിങ്ങൾ സ്വന്തം നിലയ്ക്കാണ് വന്നത് അല്ലേ? ഇതിനുള്ള പൈസയോ അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യണം, അങ്ങനെയായിരുന്നു അല്ലേ? അല്ല, അവിടുന്ന് ഒരു സ്വന്തമായിട്ട് പോകാൻ കഴിയില്ലാത്തവർക്ക് ബസ്സിൽ പോവാം, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അതിന് കൂടുതൽ പൈസ വാങ്ങിയോ എന്നത് അറിയില്ല. നിങ്ങൾ സ്വന്തം നിലയ്ക്കാണ് വന്നത് അല്ലേ? ശരി, ശ്രീജിത്ത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയധികം കുട്ടികൾ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. 12,000-ഓളം കുട്ടികളുടെ പരിപാടി, അതായത് നേരത്തെ 10,176 നർത്തകർ ആണ് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നത്. അപ്പോൾ ആ റെക്കോർഡ് മറികടക്കുക എന്ന ഉദ്ദേശത്തിലാണ് 12,000 നർത്തകരുമായിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അപകടത്തിനൊക്കെ ശേഷം ഗിന്നസ് റെക്കോർഡ് ഏതായാലും നേടിയിരിക്കുന്നു. ആ ഉദ്ദേശം അവർക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരുക്കിയ സംവിധാനങ്ങൾ അത് പൂർണ്ണമായും നല്ല രൂപത്തിലായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീജിത്തിൻ്റെ മനസ്സിലാക്കലല്ലേ? അവിടെ പോലീസുകാർ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ GCDA ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രീജിത്തും കേട്ടല്ലോ. അത് പൂർണ്ണമായും ശരിയാണോ? അവിടെ ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട ഈ പരിപാടി ഇത്രയും വിപുലമായി നടത്താൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ് എന്ന രൂപത്തിൽ GCDA ചെയർമാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെ, ചന്ദ്രമൗളി സാർ പറഞ്ഞത് ശരിയാണ്. കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള നർത്തകിമാരെ പങ്കെടുപ്പിച്ച് ഇത്ര ഒരു നേട്ടം കേരളത്തിന് സ്വന്തമാക്കി തന്നതിൻ്റെ സംഘാടനം നമുക്ക് അഭിമാനകരമായ സംഘാടനം തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ നമ്മുടെ നർത്തകി പറഞ്ഞതുപോലെ തന്നെ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഞാൻ ഒരു നർത്തകി അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഗാലറിയിൽ
ഗാലറിയിൽ വേദി ഒരുക്കുക, നൃത്തം ചെയ്യാനുള്ള വിപുലമായ വേദി ഒരുക്കുക, അതിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് വലിയ രീതിയിൽ നമ്മളെ ചാനൽ സ്റ്റുഡിയോ ഒക്കെ വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന അത്രയും സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയത് തീർത്തും അശാസ്ത്രീയമാണെന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ്. അതിനെ തടയണമായിരുന്നു. ഗ്രൗണ്ടിൽ മറ്റൊരു സ്ഥലത്ത് നല്ല വേദി ഒരുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് അത് വിളക്ക് കൊളുത്താൻ വേണ്ടി ആ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി മാത്രം കിട്ടിയ സ്റ്റേജ് എന്നാണ്, പേരിൽ നിന്ന് ആ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി മാത്രം കിട്ടിയ സ്റ്റേജ് എന്നാണ് അവിടെ ധരിപ്പിച്ചിരുന്നത്. അതാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരിക്കലുമല്ല. കൊച്ചിയിലെ നമ്മുടെ പ്രമുഖ വ്യവസായ പ്രമുഖരുൾപ്പെടെ ആ വേദിയിലുണ്ടായിരുന്നു. നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂരി സാറ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വകവെക്കാതെ ആ വേദിയിലെത്തിയിരുന്നു. ഏകദേശം ഒരു 100-ലധികം പേർ ഒരേ സമയത്ത് ആ വേദിയിൽ ഉണ്ടാവുന്ന തരത്തിലാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ നർത്തകിയും സംഘവും 25ഓളം പേര് അവർ താഴെ നിൽക്കുകയാണ് ഉണ്ടായത്. അവർ അതിലേക്ക് വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കഥകളി, കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങളൊക്കെ അണിനിരത്തിക്കൊണ്ട് ഏകദേശം 50ഓളം പേർ ആ വേദിയിൽ ഒരേ സമയത്ത് ഉള്ളത് ഞങ്ങളൊക്കെ കണ്ടതാണ്. ആ രീതിയിലേക്കുള്ള വിവിധ താളങ്ങൾ, വാദ്യോപകരണങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചു. പിന്നെ അതുപോലെ തന്നെ ഗാനമേളയായിരുന്നു 3 മണി മുതൽ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉപകരണങ്ങൾ ഇതൊക്കെ അവിടെ അശാസ്ത്രീയതൻ്റെ ഒരു കൂമ്പാരം തന്നെ അവിടെ കാണാൻ കഴിയും. നേരത്തെ ചന്ദ്രൻപിള്ള സർ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഈ ഗ്രൗണ്ടിൽ നിങ്ങളവിടെ പരിശോധിച്ച് ഇത്രയധികം കുട്ടികൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അവിടെ കിടക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇവർക്കുള്ള ബോട്ടിൽ വെള്ളം, അതിനൊന്നും ഒരു ശാസ്ത്രീയമായ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വേസ്റ്റ് നിക്ഷേപിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളോ ഈ ഗ്രൗണ്ട് കേടുവരാതിരിക്കാൻ പച്ചപ്പുൽ മൈതാനാണ്. അവിടെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ദിവ്യ ഉണ്ണി നൃത്തം ചെയ്ത സെൻട്രൽ ഭാഗം ഒഴികെ ബാക്കി മുഴുവൻ സ്ഥലത്ത് ആളുകൾ നിറഞ്ഞു നിന്നതാണ്. അവിടെ ഈ മൈതാനത്തിന് കേടുവരാതിരിക്കാനുള്ള സംവിധാനം വിരിക്കാം, 25 ലക്ഷം രൂപ മുടക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മുടക്കിയില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ലാഭത്തിൽ 1 രൂപ പോലും നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു ആ ഒരു രീതിയിൽ ഒരു മനോഭാവം പ്രകടിപ്പിച്ചോ എന്നുള്ള രീതിയിലേക്ക് ഒരു സംശയം നമുക്കുൾപ്പെടെ അവിടെ ഉയർന്നു വന്നു. തീർച്ചയായും ആ കുട്ടികളിൽ നിന്ന് ഈടാക്കിയ പണം മാത്രം കണക്കാക്കുമ്പോൾ 4,20,00,000 രൂപ അത് മാത്രമാകുന്നുണ്ട്. അതുകൂടാതെ രക്ഷിതാക്കളിൽ നിന്നും പണം ഈടാക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങളും വന്നിരുന്നു. ഞാൻ ശ്രീ ഡിജോ കാപ്പലിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.